അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ ഹദീദിന്റെ 16-ാമത്തെ ആയത്ത് മുതലുള്ള വിശദീകരണമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം യഅ്നി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും لذكر الله وما نزل من الحق ولا يكونوا كالذين أوتوا الكتاب من قبل فطال عليهم الأمد فقست قلوبهم وكثير منهم فاسقون. അലം യഅ്നി സമയമായിട്ടില്ലേ, നേരമായിട്ടില്ലേ, ലില്ലദീന ഒരു കൂട്ടർക്ക്, ആമനു അവർ വിശ്വസിച്ചിരിക്കുന്നു. അപ്പോൾ വിശ്വസിച്ചവർക്ക് നേരമായില്ലയോ, അൻ തഖ്ശഅ കീഴൊതുങ്ങുവാൻ, ഖുലൂബുഹും അവരുടെ ഹൃദയങ്ങൾ ഭയഭക്തിയുള്ളതാവാൻ അല്ലെങ്കിൽ കീഴൊതുങ്ങുവാൻ വിശ്വാസികൾക്ക് നേരമായില്ലയോ. ലിദിക്രില്ലാഹി അള്ളാഹുവിൻ്റെ ദിക്രിലേക്ക്, അള്ളാഹുവിൻ്റെ സ്മരണയിലേക്ക്, അള്ളാഹുവിൻ്റെ ഉപദേശത്തിലേക്ക്, അള്ളാഹുവിനെ പറ്റിയുള്ള സ്മരണയിലേക്ക് ഹൃദയങ്ങൾ കീഴൊതുങ്ങാൻ വിശ്വാസികൾക്ക് നേരമായില്ലയോ. വമാ നസല മിനൽ ഹഖ് സത്യത്തിൽ നിന്ന് ഇറങ്ങിയതിലേക്ക്, അവതരിച്ചു കിട്ടിയ ഇറങ്ങിയ സത്യത്തിന് കീഴൊതുങ്ങാനും നേരമായില്ലയോ. വലാ യകൂനു അവർ ആകാതിരിക്കുവാനും നേരമായില്ലയോ. കല്ലദീന ഒരു കൂട്ടരെ പോലെ, ഊതുൽ കിതാബ അവർക്ക് വേദഗ്രന്ഥത്തെ നൽകപ്പെട്ടിരിക്കുന്നു, മിൻ ഖബ്ലു മുമ്പ്. അപ്പൊ മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ട ആ വിഭാഗത്തെ പോലെ ആവാതിരിക്കാനും അവർക്ക് നേരമായില്ലയോ. ഫത്വാല അങ്ങനെ നീണ്ടുപോയി, അലൈഹിം അവരുടെ മേൽ, അൽ അമദു കാലം, അങ്ങനെ ഫഖസത് കടുത്തുപോയിരിക്കുന്നു, ഖുലൂബുഹും അവരുടെ ഹൃദയങ്ങൾ, വകസീറും മിൻഹും ഫാസിഖൂൻ അവരിൽ നിന്ന് അധികം ആളുകളും ദുർനടപ്പുകാരാണ്, ഫാസിഖീങ്ങളാണ്. വിശ്വാസികളുടെ ഹൃദയങ്ങൾ അള്ളാഹുവിനെ പറ്റിയുള്ള സ്മരണയ്ക്കും അവതരിച്ചു കിട്ടിയ സത്യത്തിനും കീഴൊതുങ്ങാൻ നേരമായില്ലയോ. മുമ്പ് വേദം നൽകപ്പെട്ടവരെ പോലെ ആവാതിരിക്കാനും സമയമായില്ലയോ. അങ്ങനെ ആ വേദക്കാർക്ക് കാലം ദീർഘിക്കുകയും അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോവുകയും ചെയ്തു. അവരിൽ അധികം ആളുകളും ദുർമാർഗികളാകുന്നു. ഇതൊരു പ്രധാനപ്പെട്ട ആയത്താണ്. വിശ്വാസികളായ ആളുകൾ തന്നെ കൂടുതൽ വിശ്വാസത്തിലേക്ക്, ദൃഢമായ വിശ്വാസത്തിലേക്ക്, പരിപൂർണമായ ആ ഈമാനിന്റെ പ്രകാശത്തിലേക്ക് കടന്നു വരാൻ വല്ല പാകപ്പിഴവുകളും സംഭവിച്ചു പോകുന്നുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം അകന്നു നിന്ന് ഈമാനിന്റെ വെളിച്ചത്തിൽ ഈ ഹൃദയത്തെ പിടിച്ചു നിർത്താൻ വേണ്ടിയുള്ള ഉപദേശമാണ്. അലം യഅ്നി ലില്ലദീന ആമനൂ വിശ്വാസികൾക്ക് നേരമായില്ലയോ. ഇതൊരു വല്ലാത്ത ചോദ്യമാണ്. ഈമാൻ കുറയുകയും കൂടുകയും ചെയ്യുന്ന ഒന്നാണ്. എന്നാൽ കുറഞ്ഞു പോവാതെ ആ വിശ്വാസത്തിന്റെ വർധനവിന് വേണ്ടി ഏതൊരു വിശ്വാസിയും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം. اعلموا أن الله يحيي الأرض بعد موتها قد بينا لكم الآيات لعلكم تعقلون. اعلموا നിങ്ങൾ അറിയുക, അന്ന അല്ലാഹ തീർച്ചയായിട്ടും അല്ലാഹു തആല യുഹ്യിൽ അർള ഭൂമിയെ ജീവിപ്പിക്കുന്നു, ബഅദ മൗതിഹ ആ ഭൂമിയുടെ മരണത്തിനു ശേഷം, അഥവാ ഭൂമി നിർജീവമായൊരു അവസ്ഥ ഉണ്ടാവും, അതിനുശേഷം അതിനെ അല്ലാഹു തആല ജീവിപ്പിക്കുന്നു. ഖദ് ബയ്യന തീർച്ചയായിട്ടും നാം വിവരിച്ചിട്ടുണ്ട്, ലക്കും നിങ്ങൾക്ക്, അൽ ആയാതി ദൃഷ്ടാന്തങ്ങളെ, എന്തിനെ, ലഅല്ലക്കും തഅഖിലൂൻ നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി. മഴ ഭൂമിയെ പുനരുജ്ജീവിപ്പിക്കുന്നത് പോലെ അള്ളാഹുവിനെ സംബന്ധിച്ച പതിവായ സ്മരണ അഥവാ ദിക്ർ ഭയഭക്തിയില്ലാത്ത ഹൃദയങ്ങളെ ചൈതന്യവത്താക്കുമെന്ന്. വരണ്ടുണങ്ങിയ ഭൂമി, ആ ഭൂമിയിൽ മഴത്തുള്ളികൾ സ്പർശിക്കുന്നതോടൊപ്പം മഴ പെയ്തിറങ്ങുന്നതോടുകൂടി അവിടെ
ജീവസുറ്റതാവുകയാണ്. അവിടെ സസ്യലതാദികൾ മുളച്ചു പൊന്തുകയാണ്. ഭൂമി സജീവമാവുകയാണ്, ജീവനുള്ളതാവുകയാണ്. ഇതുപോലെ മരവിച്ചുപോയ ഈമാനിന്റെ വെളിച്ചം കെട്ടുപോയ ഹൃദയങ്ങൾ, എന്നാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ, ദിക്ർ അത് അധികരിപ്പിക്കുന്നതിലൂടെ ആ ഹൃദയം ജീവസുറ്റതാവുകയാണ്. ഇന്നൽ മുസ്സദ്ദിഖീന വൽ മുസ്സദ്ദിഖാതി വഅഖറളുല്ലാഹ ഖർളൻ ഹസനൻ യുളാഅഫു ലഹും വലഹും അജ്റുൻ കരീം. ഇന്നൽ മുസ്സദ്ദിഖീന വൽ മുസ്സദ്ദിഖാത്ത്, തീർച്ചയായിട്ടും ദാനധർമ്മം ചെയ്യുന്ന, സ്വതക്ക ചെയ്യുന്ന പുരുഷന്മാർ, വൽ മുസ്സദ്ദിഖാത്തി, സ്വതക്ക ചെയ്യുന്ന സ്ത്രീകളും, വഅഖറളു, അവർ കടം കൊടുക്കുകയും ചെയ്തു, അല്ലാഹുവിന്, ഖർളൻ ഹസനൻ, നല്ലതായ ഒരു കടം കൊടുക്കുകയും ചെയ്തു. എന്നാൽ യുളാഅഫു ലഹും, അവർക്കത് ഇരട്ടിയായി കൊടുക്കപ്പെടും, വലഹും, അവർക്കുണ്ട്, അജ്റുൻ കരീം, മാന്യമായ പ്രതിഫലവുമുണ്ട്. സ്വതക്ക ചെയ്യുന്നവർക്ക് ഇരട്ടിക്കിരട്ടിയായി തിരിച്ചു നൽകപ്പെടും. ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുന്ന സത്യസന്ധന്മാരായ സ്ത്രീകളും സത്യസന്ധന്മാരായ പുരുഷന്മാരും അവർ അല്ലാഹുവിനെ കടം കൊടുക്കുകയും ചെയ്യുന്നു, അഥവാ ദാനധർമ്മം ചെയ്യുകയും ചെയ്യുന്നു. അവർക്ക് നാളെ പരലോകത്ത് ഉത്തമമായ പ്രതിഫലം അവരെ കാത്തിരിക്കുകയാണ്. വല്ലദീന ആമനൂ ബില്ലാഹി വറുസുലിഹി ഉലൈക ഹുമുസ് സിദ്ദീഖൂൻ. വല്ലദീന ആമനു, വിശ്വാസികളായ ആളുകൾ, ബില്ലാഹി, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചവർ, വറുസുലിഹി, അള്ളാഹുവിന്റെ ദൂതന്മാരെ വിശ്വസിച്ചവർ, ഉലൈക, അക്കൂട്ടര് തന്നെയാണ്, ഹുമുസ് സിദ്ദീഖൂൻ, അവർ തന്നെയാണ് സത്യസന്ധന്മാർ, വശുഹദാഉ, സത്യസാക്ഷികളും അവർ തന്നെയാണ്, ഇൻദ റബ്ബിഹിം, അവരുടെ റബ്ബിന്റെ അരികിൽ, ലഹും, അവർക്കുണ്ട്, അജ്റുഹും, അവരുടെ പ്രതിഫലവും, വനൂറുഹും, അവരുടെ പ്രകാശവും അവർക്കുണ്ട്. പ്രകാശത്തെക്കുറിച്ചൊക്കെ നേരത്തെ ആയത്തിൽ വിശദീകരിക്കപ്പെട്ടു കഴിഞ്ഞു. വല്ലദീന കഫറു, എന്നാൽ സത്യനിഷേധികളായ ആളുകൾ, വകദ്ദബൂ ബിആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കൊണ്ട് നിഷേധിക്കുകയും കളവാക്കുകയും ചെയ്ത ആളുകൾ, ഉലൈക, അക്കൂട്ടരാണ്, അസ്ഹാബുൽ ജഹീം, നരകത്തിന്റെ ആളുകൾ. സിദ്ദീഖുകൾ എന്ന് പറയുന്നത് സത്യവിശ്വാസത്തിൽ അടിയുറച്ച സത്യസന്ധന്മാർക്കാണ് സിദ്ദീഖുകൾ എന്ന് പറയുന്നത്. ഇനി ഷുഹദാ എന്ന് പറയുന്നത് ഈ വിശുദ്ധമായ ദീനിനു വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിച്ചവരാണ്. പട്ടപൊരുതി ഈ ലോകത്തോട് വിട പറഞ്ഞു. അള്ളാഹു അനുഗ്രഹിച്ചവരെ കുറിച്ച് സൂറത്തു നിസായിലെ 69-ാമത്തെ ആയത്തിൽ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. മിനൻ നബിയീന, പ്രവാചകന്മാർ, വസ്സുദ്ദീഖീന വശുഹദാ, സിദ്ദീഖീങ്ങളും ശുഹദാക്കളും, വസ്വാലിഹീന, സ്വാലിഹീങ്ങളും. അപ്പൊ ഇവിടെ വളരെ പേരെടുത്തു പറയപ്പെട്ട വിഭാഗമാണ് സിദ്ദീഖീങ്ങള്, ശുഹദാക്കൾ. അള്ളാഹുവിന്റെ റസൂലിലും വിശ്വസിക്കേണ്ടത് പ്രകാരം വിശ്വസിച്ച് ആ വിശ്വാസത്തിന്റെ ബാധ്യത വീട്ടേണ്ടത് പ്രകാരം ബാധ്യത വീട്ടിയവർ, അവരാണ് സിദ്ദീഖീങ്ങൾ, അവരാണ് ശുഹദാക്കൾ. ബാക്കി വിശദീകരണങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറയാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.